ജിഫ്രി തങ്ങൾക്കെതിരായ പരാമർശത്തിൽ PM S സലാമിനെ തള്ളുകയാണ് ലീഗ്. സലാം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഈ സമസ്തയിലെ കുറച്ച് വിഭാഗം ഒരുപാടായിട്ട് ലീഗിനെതിരെ വിമർശിക്കുന്നു, പരസ്യമായിട്ട് രംഗത്ത് വരുന്നു, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സലാം സാഹിബിന്റെ ഈ ഒരു പ്രതികരണം അവർക്കൊരു വടി കൊടുക്കുന്ന പോലെ ആയി മാറിയോ? അല്ല, അതുകൊണ്ടാണല്ലോ അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏതായാലും അത് സമസ്തയിലുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട വിഭാഗങ്ങളാണ് ആ പറയുന്നതൊക്കെ എന്നും അത് സമസ്ത അല്ലാന്നും ഇപ്പം മനസ്സിലായില്ല. സന്തോഷമുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങളുമായി. സലാം, എന്താണ് ഈ ഉണ്ടായിരിക്കുന്ന വിവാദം ഈ സമസ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിഷയത്തിൽ? നിഷാദ്, PM S സലാം നടത്തിയ പരാമർശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി VK കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് ആ നിലപാടില്ല. ഇന്നലെ കുവൈറ്റിലുള്ള പരിപാടിക്കിടെയായിരുന്നു PM S സലാമിന്റെ പരാമർശം ഉണ്ടായത്. ഇത് വലിയ വിവാദമായിരുന്നു. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി, അതായത് UDF സ്ഥാനാർത്ഥി വലിയ മികച്ച വിജയം നേടി, എന്നാൽ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ചയാൾ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇത് ജിഫ്രി തങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണെന്ന രീതിയിലുള്ള വലിയ ഒരു വിവാദം ഉണ്ടായിരുന്നു, വലിയ ചർച്ചയുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് പാർട്ടിയുടെ നിലപാടല്ല. ഇത് PM S സലാം തന്നെ തള്ളിയിട്ടുണ്ടെങ്കിൽ കൂടി ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കാൻ ഒരു സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ് PM S സലാമിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇത് തങ്ങന്മാർ, അതായത് മുസ്ലിം ലീഗ് ഉന്നത ഒരു സംസ്കാരം പുലർത്തുന്ന ഒരു പാർട്ടിയാണ്, കൂടാതെ തങ്ങന്മാരെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ ആ ഒരു നേതൃത്വത്തിൽ നിന്നും ഇത്തരം ഒരു പരാമർശം ഉണ്ടായത് സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഭജനത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പാർട്ടിക്ക് ഈ നിലപാടില്ല. ഇത് സാദിഖ് അലി തങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾക്കും ഇതേ നിലപാട് തന്നെയാണുള്ളത്. നേരത്തെ മുക്കം ഉമർ ഫൈസി സാദിഖ് അലി തങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനക്കെതിരെ വലിയ ഒരു അമർഷം ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ആരും തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രസ്താവനയും, അതായത് PM S സലാം ജിഫ്രി തങ്ങൾക്കെതിരെ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവനക്കെതിരെയും അല്ലെങ്കിൽ ഇതിനെയും പൂർണ്ണമായും തള്ളു. ശരി സലാം, ഞാൻ വരാം. മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അസ്ലം, ഈ പാലക്കാട്ടെ ഉജ്ജ്വല വിജയത്തിന് ശേഷം മുസ്ലിം ലീഗും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കും ഇടയിലുള്ള റിഫ്റ്റ് അത് കൂടുതൽ വലുതാവുന്നതിൻ്റെ കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? പല സംഗതികൾ നേരത്തെ സലാം ചൂണ്ടിക്കാണിച്ച പോലെ പല വിവാദ പരിസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ വിജയത്തിന് ശേഷം ഒരുപക്ഷെ അത് കുറച്ച് വലുതാവുകയാണോ, അതോ ഇത് സലാമിൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമാണോ പാർട്ടി അംഗീകരിക്കാത്തത്? നേരത്തെ തന്നെയുള്ള തുടങ്ങിയ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിന്റെ ഒരു വശമാത്രമായിട്ട് ഇതിൽ കണക്കാൻ കഴിയൂ. അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് PM S സലാം നടത്തിയ പല പ്രസ്താവനകളാണ് ഒരുപക്ഷെ സമസ്ത നേതൃത്വത്തെ കൂടുതൽ ചൊടിപ്പിച്ചുള്ളത്. നേരത്തെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഇത്തരത്തിൽ സമാനമായ ഒരു പരാമർശം നടത്തിയത്. അതിലൂതിൽ PM S സലാമിന്റെ രാജി ആവശ്യപ്പെട്ട്, ജനറൽ സെക്രട്ടറി രാജി ആവശ്യപ്പെട്ട് തന്നെ ഒരുപക്ഷെ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ ഉമർ ഫൈസിയുടെ വിവാദ പ്രസ്താവന ചർച്ചയാകുമ്പോൾ സമസ്തയുടെ നേതൃത്വം മുന്നോട്ട് വെച്ചൊരു കാര്യം, നേരത്തെ സലാമിനെതിരെ നടപടി ലീഗ് എടുത്തിട്ടില്ല, ജിഫ്രി തങ്ങൾക്കെതിരെ പറഞ്ഞ സലാമിന് നടപടി എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും PM S സലാമിനെ ഒരു പ്രതിസ്ഥാനം നടത്താൻ അവർ ശ്രമിച്ചിരുന്നു. ഇതിനിടയ്ക്കാണ് ഒരു സ്വാഭാവികമായിട്ട് അതിനോടുള്ള ഒരു തർക്കം, ഒരു പ്രത്യേകിച്ച് സമസ്തയിലെ ഒരു വിഭാഗത്തിനുള്ള ഒരു എതിർപ്പ് PM S സലാം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നലെ നടത്തിയ ഒരു കാഷ്വൽ സംസാരത്തിനിടയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് UDF സ്ഥാനാർത്ഥി തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചത് സാദിഖ് അലി തങ്ങളാണ്. അദ്ദേഹം 1ാം സ്ഥാനത്തായി, 3ാം സ്ഥാനത്തെത്തിയ ആളെ മറ്റൊരാൾ അനുഗ്രഹിച്ചിരുന്നു, അയാൾ 3ാം സ്ഥാനത്തായി. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ആരുടെ കൂടെയാണെന്ന് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, സുപ്രഭാതം, സിറാജ് ദിനപത്രങ്ങളെ കൂടി അയാൾ തള്ളി പറയുന്നുണ്ട്. കാരണം ആ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന പത്രം ഏതാണെന്ന് കൂടി മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വാഭാവികമായും സമസ്തയെ ഒരു പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സമസ്തയുള്ള പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവന ഉണ്ടാവുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നൊരു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമസ്ത മുസ്ലിം ലീഗ് നേതൃത്വം തള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം തന്നെ പിണറായി വിജയനാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് PM S സലാം ഒരു വിശദീകരണം നൽകിയിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന നേതൃത്വം, സംസ്ഥാന എന്നല്ല KK കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇതിൽ തള്ളിക്കളയുന്നത്. സ്വാഭാവികമായും PM S സലാമിന്റെ പ്രസ്താവന അനവസരത്തിലാണെന്നുള്ള ഒരു വിമർശം ലീഗിനകത്തുണ്ട്. മാത്രമല്ല, പ്രസ്താവനകൾ മറ്റൊക്കെ നടത്തുമ്പോൾ ആവശ്യമായി കാണിക്കേണ്ട ശ്രദ്ധ ഒരു സംസ്ഥാന നേതാവ് നടത്തുമ്പോൾ കാണിക്കേണ്ട ശ്രദ്ധ പലപ്പോഴും PM S സലാം കാണിക്കുന്നുള്ള വിമർശം ആഭ്യന്തരമായി തന്നെ മുസ്ലിം ലീഗിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സലാമിനെ തള്ളിക്കൊണ്ട് സമസ്തയ്ക്കുണ്ടായ പ്രകോപനം മാറ്റി നിർത്തുക, മാത്രമല്ല ചർച്ചകളിലൂടെ സമവായം ഉണ്ടാക്കാൻ ഈ വിടവ് നികത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിനിടയിലുണ്ടായ ഈ പ്രശ്നത്തെ പരമാവധി PM S സലാമിനെ തള്ളിക്കൊണ്ട് അതിന് സമസ്തയോട് ഒരു കൃത്യമായ ഒരു മെസ്സേജ് നൽകാൻ, ഞങ്ങൾ അതിനോടൊപ്പമല്ല എന്ന് മെസ്സേജ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം സംസ്ഥാന ഈ ഒരു തള്ളൽ പ്രസ്താവന കൊണ്ട് മാത്രം എന്തായാലും ഇത് ഇരു സംഘടനകൾക്കും ഇടയിലുള്ള ഉരസലിനെ വലുതാക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. അസ്ലമും ഒപ്പം സലാമുമാണ് വിവരങ്ങൾ നൽകിയത്.